ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 16 അധ്യായം 26 വാക്യത്തിൽ അബ്രഹാം ധനവാനായ മനുഷ്യനോട് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്കും നിങ്ങളിൽ ആർക്കും ഞങ്ങളുടെ അടുക്കിലേക്കും വരുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വചനഭാഗം. രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ധനവാനും ലാസറും എന്ന രണ്ട് വ്യക്തികളെ അറിയാത്ത ആരും ഭൂമിയിലില്ല. ധനവാനായ മനുഷ്യൻ നല്ലൊരു മനസ്സിനുടമയായിരുന്ന മനുഷ്യനാണ്. വളരെ ധനവാനായിരുന്നെങ്കിൽ തന്നെയും ലാസറിനെ പോലെ വ്രണം വ്യാപിച്ച് വളരെ ദുരിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യനെ തൻ്റെ ഭവനത്തിൻ്റെ ഒരറ്റത്ത് പാർപ്പിച്ച് ദിനംതോറും ആവശ്യമുള്ള ആഹാരം കൊടുത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ധനവാനായ മനുഷ്യൻ. എന്നാൽ മരണസമയത്ത് ധനവാനായ മനുഷ്യൻ യാതനാസ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് സ്വർഗരാജ്യ പ്രവേശനം ഉണ്ടായില്ല. ഇതിൽ നിന്ന് എന്താണ് രാവിലെ സമയം പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുള്ളത്? നാം ഒരുപക്ഷെ നല്ല മനുഷ്യൻ്റെ ഉടമയായിരിക്കും, നല്ല മനസ്സിൻ്റെ ഉടമയാണ്, അനേകരം പേരെ സഹായിക്കുന്നു, ദരിദ്രരെ ആദരിക്കുന്നു, ഒരുപാട് നല്ല പുണ്യപ്രവർത്തികൾ നാം ചെയ്യുന്നു. എന്നാൽ ദൈവരാജ്യ പ്രവേശനത്തിന്, സ്വർഗരാജ്യത്തിലെത്തുവാൻ ഇത് നമ്മുടെ അടിസ്ഥാനപരമായ ഘടകമല്ല. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അവൻ ക്രൂശിന്മേൽ മരിച്ചു. തൻ്റെ 33 വയസ്സിലെ ആ തിരുരക്തം മുഴുവനായി ഊറ്റിയത് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. അത് നാം വിശ്വസിക്കുകയും ആ കർത്താവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും നാം കർത്താവിൻ്റെ പാതയിൽ നടക്കുകയും ചെയ്താൽ ദൈവമക്കളാകുവാൻ നമുക്ക് അവകാശം ലഭിക്കും. ഇങ്ങനെയൊരു പദവിയിലെത്തിയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം അങ്ങനെ ഒരു പദവിയിലെത്തിയ ശേഷം നാം എളിയവരെ ആദരിക്കണം, ദരിദ്രരെ സഹായിക്കണം, ബുദ്ധിമുട്ടും ഞെരുക്കവും അനുഭവിക്കുന്നവരെ അവരുടെ പ്രയാസത്തിൽ സഹായിക്കണം, തളർന്നിരിക്കുന്നവരെ താങ്ങണം, സമാധാനമില്ലാത്തവർക്ക് സമാധാനത്തിന് വാക്കുകളെ കൊടുക്കണം. ഇങ്ങനെയുള്ള സകല പ്രവർത്തികളും പിന്നത്തേതിൽ നാം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നഷ്ടമായാൽ നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒരു പ്രവർത്തിക്കും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. നമ്മുടെ ആത്മാവിൻ്റെ നിത്യത സ്വർഗത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത് വ്യക്തമായി ദൈവാത്മാവ് രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക. അതുകൊണ്ട് സ്നേഹിത, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല പ്രവൃത്തി ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന നല്ല പാതയിൽ നടന്നാൽ നിങ്ങൾക്കും ദൈവരാജ്യം അവകാശമാക്കാം. ഇല്ല എങ്കിൽ യാതനാസ്ഥലത്തേക്ക്